ശ്രീ ബാലകൃഷ്ണൻ, ഇന്ന് MC കമറുദ്ദീൻ MLA-യും ഒപ്പം UDF നേതൃത്വവും പറയാൻ ശ്രമിക്കുന്നത് ഇതൊരു ബിസിനസ് പൊളിഞ്ഞതാണ്, ഇതിലൊരു വഞ്ചനാ കുറ്റം നിലനിൽക്കില്ല, ബിസിനസ് പൊളിഞ്ഞു, അതുമൂലം സാമ്പത്തിക നഷ്ടമുണ്ടായി, ആ സാമ്പത്തിക നഷ്ടം നികത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിവരുന്നു. അതിനിടയിൽ ഇങ്ങനെ ഒരു കേസെടുത്ത് അറസ്റ്റിലേക്കൊക്കെ പോകുന്നു. ഇത് MC കമറുദ്ദീൻ മുസ്ലിം ലീഗ് നേതാവായതുകൊണ്ട് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം സർക്കാർ ബോധപൂർവം നടത്തുന്നുവെന്നാണ്. പരാതിക്കാരായ നിങ്ങൾക്ക് ആ വ്യാഖ്യാനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് നജീബ് കാന്തപുരം പറഞ്ഞതുപോലെ ഇത് രാഷ്ട്രീയ പ്രേരിതമൊന്നുമല്ല. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷനോട് ഇതുവരെ കമറുദ്ദീനോ അല്ലെങ്കിൽ നമ്മുടെ തങ്ങൾ പൂക്കോയ തങ്ങളോ ഇത് നഷ്ടത്തിൽ ഓടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഈ ബിസിനസ് നടത്തുമ്പോൾ അതിനൊരു അക്കൗണ്ട്സ് ഉണ്ടാവൂലേ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറഞ്ഞിട്ട് ഈ ഇൻവെസ്റ്റേഴ്സിനെ തീർച്ചയായിട്ടും അവരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് വരെ ഒരാളെയും ഇൻവെസ്റ്റേഴ്സിനെ അറിയിച്ചിട്ട് ഇവര് നഷ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നത് നഷ്ടത്തിലല്ലാന്ന്. അപ്പോ അത് മാത്രമല്ല, ഇവര് രാഷ്ട്രീയപ്രേരിതം പറഞ്ഞ 90% മുസ്ലിം സഹോദരങ്ങളാണ് ഇതിലുള്ളത്. എല്ലാ ഇൻവെസ്റ്റേഴ്സും മുസ്ലിം സഹോദരങ്ങളായി 90%. ഇതിൽ വരുന്ന ഒരു 5-10% മാത്രമേ പുറത്തുള്ള ആൾക്കാരുള്ളൂ. പിന്നെ എങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാ? താങ്കൾ ഇതിൽ പണം നിക്ഷേപിച്ചയാളല്ലേ? അതെ. താങ്കൾക്ക് വലിയ തുക നഷ്ടമായോ? 50 ലക്ഷം. 50 ലക്ഷം രൂപ നഷ്ടമായി. അതേക്കുറിച്ച് എത്ര നാളായി താങ്കൾ പരാതിയുമായി നടക്കുന്നു? 2015 ഒക്ടോബറിലായിരുന്നു ഞാൻ ഇത് കൊടുത്തിരുന്നത്. 2015 നവംബറില്. അതിനുശേഷം 24 ഏപ്രിൽ 2019 എനിക്ക് 10 ലക്ഷം തിരിച്ചു വന്നു. അത് ഓരോ പ്രാവശ്യം പോയിട്ട് കമറുദ്ദീനെ കണ്ടും അതുപോലെ തങ്ങളെ കണ്ടിട്ടും ഇത് പല എക്സ്ക്യൂസും പറഞ്ഞിട്ട് അവസാനം 10 ലക്ഷം തിരിച്ചു. ഇപ്പൊ 40 ലക്ഷമാണ് എനിക്ക് കിട്ടാനുള്ളത്. അതിൽ നിന്ന് ഈ ഒറ്റ തവണയാണ് താങ്കൾക്ക് കിട്ടിയിട്ടുള്ളൂ പണം, 2019 മാത്രം. അതെ. അപ്പോ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ സമീപിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ കമ്പനിക്കുള്ളതായി അവർ പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞു. ഇവര് പറയുന്നത് എന്താ വെച്ചാല് ദുബായിൽ നിന്ന് 1 കോടി വരാനുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് 1 കോടി വരാനുണ്ട്, അതൊക്കെ കിട്ടിയിട്ട് തരാന്നാ പറഞ്ഞേ. ഇപ്പോഴും നഷ്ടത്തിന്റെ ഒരു കാര്യം ഇതുവരെ ഒരു ഇൻവെസ്റ്റേഴ്സിനോടും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പാവപ്പെട്ട ഒരുപാട് ഇത് മാഡം എന്താ വെച്ചാൽ ഇവര് എത്രയോ ഇൻവെസ്റ്റേഴ്സ് മരിച്ചു, എന്നിട്ട് പോലും ഇവര് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആ കുടുംബത്തിലൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ഇന്ന് ചന്തേരിയിൽ ഞാൻ ഒരു സഹോദരിയും കൊണ്ട്, ഒരു മുസ്ലിം സഹോദരിയും കൊണ്ട് ഞാൻ പോയി. ഇന്നലെ ദുബായിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും എന്റെ ഭാര്യയുടെ കൂടെ പോണം, എനിക്ക് വേറെ ആരുമില്ല എന്റെ വീട്ടില്. 2 കുട്ടികൾ പഠിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ വേണം. 9 ലക്ഷം അവർ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അവർക്ക് ഒരു സഹായം പോലും ചെയ്യാൻ പറ്റിയില്ല ഇവർക്ക്. പിന്നെ ഇവരെന്ത് രാഷ്ട്രീയ പ്രേരിത പറയുന്നത്? ഒരുപാട് പാവങ്ങൾ ഇപ്പോഴും പട്ടിണി നടക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അവിടെ. ഇവർ തിരിഞ്ഞു നോക്കിയില്ല ഒരാളെ. എത്രയോ വീൽ ചെയറിൽ ഇവരുടെ വീട്ടിൽ പോയിട്ട് പറയുന്നു, കിഡ്നി പേഷ്യന്റ് ഉണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, 10 ലക്ഷം റുപ്യ വേണം. അത് 40 ലക്ഷം 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാന്ന് പറയുന്നത്. ഇന്ന് വരെ ഇവര് തിരിഞ്ഞു നോക്കിയില്ല അവിടെ. പിന്നെ എന്ത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത്? വെറുതെ ഇതൊക്കെ ബേസ്ലെസ് ടോക്കിംഗ് ആണ് മാഡം, ബേസ്ലെസ് ടോക്കിംഗ്. ശ്രീ നജീബ് കാന്തപുരം, നാണമാവില്ലേ മുസ്ലിം ലീഗിനെ പോലൊരു പാർട്ടിക്ക് ഒരു ജനപ്രതിനിധിയെ പറ്റി ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ? ആൾക്കാരുടെ കയ്യിൽ നിന്ന്, പാവങ്ങളുടെ കയ്യിൽ നിന്നടക്കം പണം വാങ്ങിച്ചിട്ട് ഒരൊറ്റ പൈസ തിരിച്ചു കൊടുക്കാതിരിക്കുക, അവർ ദിവസവും വീട്ടുമുറ്റത്ത് പോയി ഇരക്കുക കൊടുത്ത പണത്തിന് വേണ്ടിയിട്ട്, എന്നിട്ടും പറയാതിരിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറയാതിരിക്കുക, ഒടുവിൽ കേസ് വരുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് വിലപിക്കുക. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ലജ്ജ തോന്നണ്ടേ ശ്രീ നജീബ് കാന്തപുരം? നിഷ, നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം മുസ്ലിം ലീഗ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ലജ്ജ തോന്നേണ്ടിയിരുന്നു. ഞങ്ങൾ എന്താണ് ചെയ്തത്? ഒരു പാർട്ടി എന്ന നിലയിൽ കമറുദ്ദീൻ ചെയ്ത തെറ്റിനെ അല്ലെങ്കിൽ കമറുദ്ദീൻ ചെയ്ത ബിസിനസിനെ അതിൽ ഉണ്ടായിരുന്ന നിക്ഷേപകരുടെ വിഷയങ്ങളെ മുസ്ലിം ലീഗ് നേതാവിന് UDF ജില്ലാ കമ്മിറ്റി അധ്യക്ഷനെയാണ് ജനം വിശ്വസിച്ച് പണം കൊടുത്തത്, അങ്ങനെയല്ല എന്ന് ശ്രീ നജീബ് കാന്തപുരം പറയുമോ? ആരാണ് ഈ പൂക്കോയി തങ്ങൾ? അദ്ദേഹവും നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ്. പാർട്ടിയുടെ സ്വാധീനം, അതിലുള്ള വിശ്വാസം, അതിലല്ലേ ജനം പൈസ കൊടുത്തത്? അതുകൊണ്ടല്ലേ മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ടതും?